നിങ്ങളിൽ നിങ്ങളുടെ പേഴ്സണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, കാച്ച് ഷഫിൾഡാണ് കേട്ടോ. ലവേഴ്സ്, ഓഹോ. ഓക്കെ, പേജ് ഓഫ് കപ്സ്, എംബ്ര, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, magician, okay, സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, ടു ഓഫ് കപ്സ്. ഓക്കെ, ആദ്യമായി നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഇവരുടെ മനസ്സിനെ തൊട്ടത് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ സ്നേഹം അവർ പൂർണ്ണമായും മനസ്സിലാക്കുന്നു കേട്ടോ. അതിനോട് സ്നേഹവും റെസ്പെക്റ്റും എല്ലാം തന്നെ അവർക്കുണ്ട്. ഫീലിങ്ങിൻ്റെ അടുത്ത് നിങ്ങളുടെ സംസാരം അവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ വളരെ സോഫ്റ്റായിട്ട് സ്വീറ്റായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ആ ഒരു ക്വാളിറ്റി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ശബ്ദം അവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിലാവട്ടെ ഓഫീസിലാവട്ടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർത്ത് സംസാരിച്ച കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കഴിവൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ചില പോസ്റ്റുകളിൽ ഇൻസ്റ്റയിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലാവട്ടെ നിങ്ങൾ ചിലപ്പോൾ കഥ എഴുതുന്നുണ്ടായിരിക്കും, കവിത എഴുതുന്നുണ്ടായിരിക്കും, ഡാൻസ്, പാട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഇവർ റെഗുലറായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. ആ ഫോളോ ചെയ്ത് നിങ്ങളോടൊരു ബഹുമാനം തോന്നിയ ബഹുമാനം ഇഷ്ടമായി മാറി എന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണാനും നിങ്ങളുടെ പെരുമാറ്റവും എല്ലാം ഇവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളെ ആസ് എ പേഴ്സൺ അവർ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങളുടെ ക്ഷമാശീലം അവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളൊന്നും എടുത്ത് ചാടി ചെയ്യാറില്ല, എല്ലാം ആലോചിച്ച് ക്ഷമയോടെ മാത്രമേ ചെയ്യാറുള്ളൂ. ആ ഒരു ശീലം അവർക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഒരുപാട് കഴിവുകൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നിവർ കരുതുന്നുണ്ട്. അതായത് ഇവർക്ക് മാത്രം അറിയാവുന്ന ചില കഴിവുകൾ നിങ്ങൾക്കുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പ്രകടിപ്പിക്കാത്ത ചില കാര്യങ്ങൾ, ലൈക്ക് നിങ്ങൾ പാടുമായിരിക്കും, ഡാൻസ് ചെയ്യുമായിരിക്കും, വരയ്ക്കുമായിരിക്കും, എഴുതുമായിരിക്കും. ഓക്കെ, സ്റ്റോറീസൊക്കെ എഴുതുമായിരിക്കും. പക്ഷേ നിങ്ങളത് എവിടെയും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഇവർക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ആ കഴിവുകളോട് ഇവർക്ക് ആരാധനയാണ്. ഓക്കെ, അത് നിങ്ങൾ പുറമേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് കേട്ടോ. ആ കഴിവുകളോട് ഇവർക്ക് വളരെ ആരാധനയാണ്. അങ്ങനെ ആരാധനയാണ് ആ സ്നേഹമായിട്ട് മാറിയത്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ കാണുന്ന മനസ്ഥിതി അവർക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലയോ, നിങ്ങൾ എവിടെന്നെങ്കിലും അത്യാവശ്യം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ നിങ്ങൾ ആ പൈസ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കും. ആ ഒരു മെൻറ്റാലിറ്റി ഇവർക്ക് ഇഷ്ടമാണ്. ടു ഓഫ് കപ്സ് വെച്ചിട്ട് ഇവരെ കാണാൻ, അല്ലെങ്കിൽ ഇവരെ സ്നേഹിക്കാൻ, ഇവരെ കെയർ ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അത് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഏത് ലെവലിലാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ ഇവർക്ക് നന്നായി അറിയാം. ഇന്ന് കണ്ടിട്ട് പോയി ഇനി നിങ്ങൾ അടുത്തത് എപ്പോൾ കാണാം എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്.